അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇന്ന് ആദ്യം കാണിക്കുന്നത് വിനീതയാണ്. വിനീതയെ മീറ്റ് ചെയ്യാൻ വേണ്ടി ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വരികയാണ് മേഘ. വിനീതയെ കണ്ടതും അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിഷ് ചെയ്തു. രണ്ടുപേരും സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കും. മേഘ വിനീതയോട് ചോദിക്കും, ശരി എന്താ കഴിക്കുന്നേ? വിനീത ജ്യൂസ് എന്ന് പറയും. മേഘ വെയിറ്ററെ വിളിച്ചു 2 ബട്ടർ ഫ്രൂട്ട് ഓർഡർ ചെയ്യും. നിന്റെ കുഞ്ഞെങ്ങനെ ഇരിക്കുന്നു? വിനീത മേഘയോട് ചോദിക്കുകയാണ്. സുഖമായിരിക്കുന്നു. നിന്റെ കുഞ്ഞിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു എന്ന് പറഞ്ഞു. വീട്ടിലുള്ളവരൊക്കെ കുഞ്ഞിനെ അംഗീകരിച്ചോ? എല്ലാവരും അംഗീകരിച്ചു, മേഘ സന്തോഷത്തോടെ പറഞ്ഞു. ഇപ്പോഴാണ് മേഘ സന്തോഷത്തോടെ ഇരിക്കുന്നത്. അപ്പോൾ വിനീത, പിന്നല്ലാതെ ഇത്രയും വർഷം അനാഥാലയത്തിൽ അവൾ എന്തുമാത്രം കഷ്ടപ്പെട്ട് കാണും. നീ അവളെ വീട്ടിലേക്ക് കൊണ്ടുപോയത് തന്നെയാണല്ലേ? അപ്പോൾ മേഘ, അവൾ വീട്ടിലേക്ക് വന്നത് അവൾക്ക് നല്ലതായിരിക്കാം, പക്ഷേ എനിക്കത്ര നല്ലതല്ല. എൻ്റെ ജീവിതം തന്നെ തകർന്നു. എൻ്റെ സ്വപ്നങ്ങളും ആശകളും എല്ലാം തകർന്നു പോയി. അന്ന് പ്രിയ കല്യാണ മണ്ഡപത്തിൽ വരാതിരുന്നു എങ്കിൽ സിദ്ധാർത്ഥ എന്നെ കല്യാണം കഴിക്കുമായിരുന്നു. പക്ഷേ എല്ലാം അവൾ സ്പോയിൽ ചെയ്ത് കളഞ്ഞു. അപ്പോൾ വിനീത ചോദിച്ചു, അല്ല മനീഷ് ഇപ്പോൾ എവിടെയുണ്ട്? അവനെക്കുറിച്ച് എന്തെങ്കിലും വിവരം നിനക്ക് കിട്ടിയോ? അപ്പോൾ മേഘ പറയാണ്, മനീഷ് ഇപ്പോൾ എൻ്റെ ഓഫീസിൽ തന്നെ ഉണ്ട്. വിനീത ഞെട്ടി. എന്താ, മനീഷ് നിന്റെ ഓഫീസിലാണെന്നോ? എന്താ മേഘ നീ പറയുന്നത്? അതെ വിനീത, സിദ്ധാർത്ഥാണ് മനീഷിനെ ജോലിക്ക് എടുത്തത്. പിന്നീട് മനീഷയ്ക്ക് എല്ലാ കഥകളും പറഞ്ഞു കൊടുത്തു. സിദ്ധാർത്ഥ് മനീഷിനെ കൊണ്ടുവന്നത്, ഓഫീസിലേക്ക് കൊണ്ടുവന്നത്, ഇതുവരെ ഉണ്ടായതും എല്ലാം പറഞ്ഞു. പ്രിയയുടെ അച്ഛൻ ആരാ എന്ന് ചോദിക്കുമ്പോൾ അവൻ്റെ മുഖത്തേക്ക് അടിച്ചത് വരെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ വിനീത, നീ എങ്ങനെ ജീവിക്കേണ്ടവളാണ്? നിന്നെ ഇങ്ങനെ കാണുന്നതിൽ നല്ല വിഷമമുണ്ട്. അപ്പോൾ മേഘ, നമ്മുടെ തലയിൽ എന്താണോ എഴുതിയത് അതല്ലേ നടക്കൂ. അപ്പോഴേക്കും ജ്യൂസ് എത്തി. ജ്യൂസ് കുടിക്കുന്നതിനിടയിൽ അവർ പരസ്പരം ഓരോ കാര്യങ്ങളും സന്തോഷത്തോടെ പങ്കുവച്ചു. ഓക്കെ വിനി, എനിക്ക് സമയമായി, മേഘ പറഞ്ഞു. ഞാനിന്ന് ഇറങ്ങട്ടെ. ആ മനീഷ് നിന്നെ കണ്ടാലേ എന്നെക്കുറിച്ച് ഉറപ്പായിട്ടും ചോദിക്കും. നീ ഒന്നും പറയരുത്, പ്രത്യേകിച്ച് പ്രിയയെക്കുറിച്ച് ഒന്നും പറയരുത്. ഇല്ല, ഞാൻ ഉറപ്പായും പറയില്ല, വിനീത പറഞ്ഞു. ശരി, എന്നാൽ ഞാൻ ഇറങ്ങുന്നു. സമയം കിട്ടുമ്പോൾ എന്നെ വിളിക്കുക, നമുക്ക് കാണാം. ഓക്കെ ശരി മേഘ. അവർ പരസ്പരം കെട്ടിപ്പിടിച്ച് പിരിഞ്ഞു. പിന്നെ കാണിക്കുന്നത് ഓഫീസാണ്. ചന്ദ്രികയുടെ ഫോണിലേക്ക് ഒരു ഫോൺ വരുന്ന രംഗമാണ്. അനു ആണ് വിളിച്ചത്. അപ്പോൾ ചന്ദ്രിക മനസ്സിലോർക്കുകയാണ്, അനു എന്തിനാ ഇപ്പോൾ വിളിക്കുന്നത്? അവൾ ഫോൺ കട്ട് ചെയ്ത് അവിടെ തന്നെ വെച്ചു. എന്നിട്ട് ജോലിയിൽ മുഴുകി. വീണ്ടും അനു കോൾ ചെയ്തു. ഇത്തവണ ചന്ദ്രിക ഫോൺ എടുത്തു. എന്നിട്ട് എന്താ അനു? എന്താ ചന്ദ്രിക, നീ മീറ്റിങ്ങിലാണോ? ഞാൻ വേണമെങ്കിൽ പിന്നെ വിളിച്ചോളാം. അപ്പോൾ കുറച്ച് ദേഷ്യത്തോടെ പറയാണ്, ഈ മീറ്റിങ്ങിലൊന്നുമല്ല, എന്താ കാര്യം എന്ന് വെച്ചാൽ പറ. നിനക്കൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. എന്താ അത്? സിദ്ധു നാളെ കോഫി ഷോപ്പിൽ വെച്ചേ കാണാമെന്ന് പറഞ്ഞിരിക്കുക. അത് കേട്ട് ചന്ദ്രിക ആകെ നടുങ്ങിപ്പോയി. എന്താ, കോഫി ഷോപ്പിൽ വെച്ച് കാണാമെന്നോ? എന്തിന്? അനു, എന്തിനാണെന്ന് എനിക്കെങ്ങനെ അറിയാം? അദ്ദേഹമാണ് വിളിച്ചിട്ട് കോഫി ഷോപ്പിൽ വെച്ച് കാണാം, എനിക്ക് ഒരുപാട് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞത്. എനിക്കെന്തോ അദ്ദേഹം എൻ്റെ സ്നേഹം അക്സെപ്റ്റ് ചെയ്ത പോലെയാ എനിക്ക് തോന്നുന്നത്. ഇത് കേട്ട് ചന്ദ്രിക നിരാശയോടെ ഫോൺ കയ്യിൽ പിടിച്ചു നിന്നു. അനു തുടരുകയാണ്, നാളെ കോഫി ഷോപ്പിൽ വെച്ച് സിദ്ധു എൻ്റെ ലവ് അക്സെപ്റ്റ് ചെയ്താൽ ഈ ലോകത്ത് എന്നേക്കാൾ വലിയ സന്തോഷവതി ആരും ഉണ്ടാവില്ല. ഇതൊക്കെ കേട്ട് ചന്ദ്രികയ്ക്ക് ദേഷ്യവും സങ്കടവും എല്ലാം കൂടി ഒന്നിച്ചു വന്നു. അവൾക്ക് മിണ്ടാനാകാതെ കേട്ടുകൊണ്ടേ നിന്നു. തുടരുകയാണ്, നിനക്കെന്താ തോന്നുന്നു ചന്ദ്രിക, സിദ്ധു എൻ്റെ സ്നേഹം അക്സെപ്റ്റ് ചെയ്യുന്നതാണോ റിജക്റ്റ് ചെയ്യുന്നതാണോ? അത് എനിക്കെങ്ങനെ അറിയാം? നീ അദ്ദേഹത്തോട് തന്നെ ചെന്ന് ചോദിക്കൂ. ചന്ദ്രികയ്ക്ക് ദേഷ്യം സഹിക്കാൻ വയ്യാതെ ഫോൺ കട്ട് ചെയ്തു. കോൾ കട്ട് ചെയ്തതും അനു ഒന്ന് ചിരിച്ചു. ചന്ദ്രിക കോൾ കട്ട് ചെയ്ത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ സിദ്ധു സാറിൻ്റെ ക്യാബിനിൽ ചെന്ന്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന്. അങ്ങനെയെങ്കിലും ചന്ദ്രികയുടെ മനസ്സിൽ സിദ്ധു സാറുണ്ടെന്ന് അവൾ പറയട്ടെ. ചന്ദ്രിക ആകെ തരിച്ചിരിക്കുകയാണ്. അപ്പോൾ തൊട്ടപ്പുറത്ത് നിന്ന് ഗീത പറയാണ്, ചന്ദ്രിക ആ ബോട്ടിൽ ഇങ്ങെടുത്തേ. ചന്ദ്രിക അതൊന്നും കേൾക്കുന്നില്ല. വീണ്ടും ഉറക്കെ പറഞ്ഞു, ചന്ദ്രികേ നിന്നോട് ആ ബോട്ടിൽ ഇങ്ങെടുക്ക്. ചന്ദ്രിക അതൊന്നും അനുസരിക്കാതെ ദേഷ്യത്തോടെ സീറ്റിൽ നിന്ന് എണീറ്റ് പോയി. അപ്പോൾ ഗീത മനസ്സിൽ ഓർക്കുകയാണ്, വെള്ളം എടുക്കാൻ പറഞ്ഞപ്പോൾ ഇവൾക്ക് എവിടെ പോകുന്നു? എന്ത് പറ്റി ഇവൾക്ക്? ചന്ദ്രിക നേരെ പോയത് സിദ്ധുവിൻ്റെ ക്യാബിനിലേക്ക് തന്നെയാണ്. അവനാണെങ്കിൽ ഒരു കീ ചെയിൻ കയ്യിൽ പിടിച്ച് എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് കറക്കിക്കൊണ്ടിരിക്കുകയാണ്. ചന്ദ്രിക അത് കുറച്ചു നേരം നോക്കി നിന്നു. സിദ്ധു അവളെ കണ്ടു. എന്നിട്ട് അപ്പോൾ ചന്ദ്രിക പറഞ്ഞു, സോറി സാർ, വന്ന സമയം ശരിയല്ലാന്ന് തോന്നുന്നു. ഇല്ല ചന്ദ്രിക, ശരിയായ സമയത്ത് തന്നെയാണ് വന്നിരിക്കുന്നത്. വാ, അകത്തേക്ക് വാ. അപ്പോൾ അവൾ അകത്തേക്ക് വന്നു. അപ്പോൾ സിദ്ധു, പറ എന്താ കാര്യം? അവൾ ഒന്ന് പരിങ്ങിക്കൊണ്ട് ചോദിച്ചു, അനു ഇപ്പോൾ വിളിച്ചിരുന്നു,
നാളെ സാർ അവളെ കോഫി ഷോപ്പിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അതെ ചന്ദ്രികെ, എനിക്ക് അനുവിനോട് കുറച്ചധികം മനസ്സ് തുറന്ന് സംസാരിക്കണമെന്നുണ്ട്. എന്നെ സ്വീകരിക്കില്ല എന്ന് നീ ഉറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുക്കാൻ നിർബന്ധിതനായിരിക്കുന്നു. എന്നിട്ട് പിന്നെയും പറയണേ, ചന്ദ്രികയെ നിനക്കൊരു കാര്യം അറിയോ? അനു എന്നെ ഒരുപാട് സ്നേഹിക്കുന്നു. അവളോട് ഞാൻ സത്യസന്ധനായിരിക്കണം എന്ന് എനിക്ക് തോന്നുന്നു. മറുപടി ഒന്നും പറയാനാകാതെ ചന്ദ്രിക നിന്നു. സിദ്ധു അതെല്ലാം ആസ്വദിക്കുകയായിരുന്നു. എന്നിട്ട് ചന്ദ്രിക മെല്ലെ പറയാണ്, അനുവിനോട് തെറ്റായിരിക്കാൻ പോവുകയാണോ? ആയിക്കോട്ടെ, വളരെ സന്തോഷം സാർ, ആശംസകൾ. അതും പറഞ്ഞ് അവൾ അവിടെ നിന്ന് ഡോർ തുറന്ന് പുറത്തേക്ക് പോയി. അപ്പോൾ സിദ്ധു മനസ്സിലോർക്കാണ്, പാവം, ഞാൻ അനുവിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് കരുതി ചന്ദ്രിക വല്ലാണ്ട് വിഷമിക്കുന്നുണ്ട്. ചന്ദ്രിക കണ്ണു നിറച്ചുകൊണ്ട് നേരെ അവളെ ക്യാബിനിൽ വന്നിരുന്നു. പിന്നെ അനു സിദ്ധുവിനെ കോൾ ചെയ്യാണ്. പറയൂ അനു. എന്താ സിദ്ധു സാർ, ചന്ദ്രിക ഇപ്പോൾ കാണാൻ അങ്ങോട്ട് വന്ന് കാണുമല്ലോ. അനുവിൻ്റെ സ്നേഹം അക്സെപ്റ്റ് ചെയ്യാൻ പോവുകയാണോ എന്ന് ചോദിച്ചിരിക്കുമല്ലോ. അതെ അനു, ചന്ദ്രികയെ കണ്ടപ്പോൾ തന്നെ പാവം തോന്നി. നമുക്ക് ഈ ഡ്രാമ ഇതോടെ അങ്ങ് നിർത്തിയാലോ? ചന്ദ്രിക എന്നെ സ്നേഹിക്കുന്നുള്ള കാര്യം എനിക്ക് നന്നായി മനസ്സിലാവുന്നുണ്ട്. നമുക്ക് ഈ കാര്യം നാളെ തന്നെ തുറന്നു പറഞ്ഞാലോ ചന്ദ്രികയോട്? അനു സമ്മതം മൂളി. ഓക്കെ സാർ, ഓക്കെ ബൈ. ചന്ദ്രിക അവളുടെ ക്യാബിനിൽ ഓരോന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് വിനീതയെയാണ്. വിനീത റോഡ് സൈഡിൽ ഏതോ വണ്ടിക്ക് കാത്തു നിൽക്കുകയാണ്. എതിർവശത്ത് നിന്ന് മനീഷ് കാറുമായിട്ട് വന്നു. അവൻ പെട്ടെന്ന് വിനീതയെ കണ്ടു. ഇത് വിനീതയാണല്ലോ, ഇവളെപ്പോഴാണ് UK നിന്ന് ഇങ്ങോട്ട് വന്നേ? ഈ വിനീത മേഘയുടെ ക്ലോസ് ഫ്രണ്ടാണ്. ഞങ്ങൾ സ്നേഹിക്കുന്ന കാലം മുതലേ ഉള്ള എല്ലാ കാര്യങ്ങളും ഇവൾക്കറിയാം. ഇവളോട് ചോദിച്ചാൽ മേഘയുടെ സീക്രട്ട് എന്താണെന്നറിയാം. അവൻ വണ്ടി പുറകോട്ടെടുത്ത് വിനീതയുടെ അടുത്ത് വന്നു. എന്നിട്ട് അവളെ വിളിച്ചു, വിനീത. വിനീത മനീഷിനെ കണ്ടതും ഒന്ന് പകച്ചു. അയ്യോ, എന്നെ കണ്ടല്ലോ. മേഘയുടെ ഡീറ്റെയിൽസൊക്കെ ഇപ്പം എന്നോട് ചോദിക്കുമല്ലോ, എന്താ പറയാ? മനീഷ് കാറിൽ നിന്ന് ഇറങ്ങി. എന്നിട്ട് വിനീതനോട് വന്ന് ചോദിച്ചു, എന്താ വിനീത, എന്നെ കണ്ട ഉടനെ ഷോക്കായി പോയോ? അങ്ങനെയൊന്നുമില്ല മനീഷ്. നാട്ടിലെപ്പോഴാണ് എത്തിയത്? ലാസ്റ്റ് വീക്കാ എത്തിയത്. വീട്ടിലെല്ലാവർക്കും എങ്ങനെ ഇരിക്കുന്നു? എല്ലാവരും സുഖമായിരിക്കുന്നു. ഓക്കെ, പിന്നെ മേഘയെ നീ കണ്ടിരുന്നോ? ഒന്ന് പരിങ്ങിക്കൊണ്ട് അവൾ പറഞ്ഞു. അത് പിന്നെ ഇല്ല. അപ്പോൾ മനീഷ് ചോദിച്ചു, എന്താ പറയുന്നത്, മേഘയെ നീ കണ്ടില്ലെന്നോ? ഇല്ല, ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ മനീഷ്, നിങ്ങൾ രണ്ടുപേരും ക്ലോസ് ഫ്രണ്ട്സ് അല്ലേ? ഇതുവരെ കണ്ടില്ലെന്ന് പറയുന്നു, എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. അവൾക്കൊന്നും പറയാനാകാതെ തല കുനിച്ചിരുന്നു. മനീഷ് പറയാണ്, വിനീത, നിനക്കൊരു കാര്യം അറിയോ? മേഘ എൻ്റെ ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. കാറിൽ കയറിക്കോ, ഞാൻ നിന്നെ മേഘയുടെ അടുത്ത് ഡ്രോപ്പ് ചെയ്യാം. ഏയ് വേണ്ട, എനിക്ക് പെട്ടെന്ന് പോയിട്ടൊരു ആവശ്യമുണ്ട്, ഞാൻ പിന്നെ കണ്ടോളാം എന്ന് പറഞ്ഞ് അവൾ കുറച്ച് നടന്നു. അപ്പോൾ മനീഷ്, വിനീത പോകല്ലേ, എനിക്ക് ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാനുണ്ട്. വിനീത പരിഭ്രമത്തോടെ നിന്നു. മനീഷ് പറയാണ്, എനിക്കിത് വേറെ ആരോടും ചോദിക്കാൻ പറ്റില്ല, നിന്നോട് മാത്രമേ പറ്റൂ. മേഘയും ഞാനും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് നിനക്ക് മാത്രമേ അറിയൂ. ഞാൻ മുമ്പ് കണ്ട മേഘയും ഇപ്പോൾ കാണുന്ന മേഘയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. മേഘ ഒരുപാട് മാറിയിരിക്കുന്നു. എൻ്റെ മനസ്സിൽ അവളെക്കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾ ഉയരുകയാണ്. ആ ചോദ്യങ്ങൾക്കെല്ലാം അവളോട് ഉത്തരം ചോദിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് നിന്നോട് ചോദിക്കുന്നത്. നിനക്ക് മാത്രമേ എൻ്റെ ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റൂ. എന്ത് ചോദ്യം? വിനീത ചോദിച്ചു. UK നടന്ന ആക്സിഡൻറ്റിൽ ഞാൻ മരിച്ചെന്ന് കരുതി മേഘ ഇന്ത്യയിലേക്ക് വന്നു. ഇന്ത്യയിൽ വന്ന ശേഷം അവൾ മറ്റൊരു വിവാഹം കഴിച്ചു. ആ വിവാഹത്തിൽ അവൾക്കൊരു പെൺകുഞ്ഞ് ജനിച്ചു എന്നാണ് അവൾ എന്നോട് പറഞ്ഞത്. പക്ഷെ ഞാൻ അന്വേഷിച്ചിടത്തോളം അവൾ വിവാഹമേ കഴിച്ചിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. വിവാഹം കഴിക്കാത്ത അവൾ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞേ? വിവാഹം കഴിക്കാത്തവൾക്ക് എങ്ങനെയാ കുഞ്ഞുണ്ടായത്? ആ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാ? വിനീത ഇതെല്ലാം കേട്ട് ഒന്നും പറയാനാവാതെ ഒന്ന് പകച്ച് നിന്നു. മനീഷ് തുടരുകയാണ്. മേഘ എന്തിനാ എന്നോട് കള്ളം പറയുന്നത്? എന്നെ ജീവനെ പോലെ സ്നേഹിച്ച അവൾക്ക് ഇപ്പോൾ എന്തിനാ എന്നെ വിട്ട് അകലണം എന്ന് പറയുന്നത്? ഈ ചോദ്യങ്ങൾക്കൊന്നും എൻ്റെ കയ്യിൽ ഉത്തരമില്ല. എന്തുകൊണ്ടാണ് മേഘ ഇങ്ങനെ മാറിയത്? സത്യത്തിൽ പ്രിയ ആരുടെ കുഞ്ഞാണ്? അപ്പോൾ വിനീത പറഞ്ഞു, അത് എനിക്കെങ്ങനെ അറിയാം മനീഷ്? അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. മേഘ ഇന്ത്യയിലേക്ക് വന്നതിന് ശേഷം ഞാനും അവൾ തമ്മിൽ യാതൊരു കോണ്ടാക്റ്റും ഇല്ല. അപ്പോൾ ഒരു കാർ വന്നു നിന്നു. അപ്പോൾ വിനീത പറഞ്ഞു, ശരി മനീഷ്, എനിക്കുള്ള ക്യാബ് വന്നു, ഞാൻ എന്നാൽ പോട്ടെ. അപ്പോൾ മനീഷ് പറയാണ്, പോകല്ലേ വിനീത, പ്ലീസ്, അവളെക്കുറിച്ച് എന്നോട് പറഞ്ഞിട്ട് പോ. അവൾ എന്തായാലും നിന്നോട് ഇതിനെക്കുറിച്ച് പറയാതിരിക്കില്ല. പ്രിയയുടെ അച്ഛൻ ആരാണെന്നെങ്കിലും പറ. അപ്പോൾ വിനീത പറയാണ്, ഇല്ല മനീഷ്, പ്രിയയെക്കുറിച്ച് എനിക്ക് ഒന്നും അറിയില്ല, ദയവ് ചെയ്ത് എന്നോടൊന്നും ചോദിക്കരുത്. അവൾ അതും പറഞ്ഞ് കാറിലേക്ക് കയറാൻ പോയി. മനീഷ് എങ്കിലും പിന്നാലെ പോയിട്ട്, വിനീത പ്ലീസ്, ഞാൻ പറയുന്ന ഒന്ന് കേൾക്കൂ. അതൊന്നും കേൾക്കാതെ അവൾ കാറിലേക്ക് കയറുകയാണ് ഉണ്ടായത്. പ്ലീസ് വിനീത, നിനക്ക് സത്യം എന്താണെന്ന് അറിയാം, നീ എന്തോ എന്നിൽ നിന്ന് മറക്കുന്നുണ്ട്. അപ്പോൾ അവൾ, എനിക്കൊന്നും അറിയില്ല. എന്നിട്ട് ഡ്രൈവറിനോട് പറയാണ്, വണ്ടി എടുക്ക്.
അവൻ വീണ്ടും പിറകിൽ നിന്ന് വിളിക്കുകയാണ്, വിനീത വിനീത. പക്ഷെ അവൾ അതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവൻ മനസ്സിലോർക്കുകയാണ്, വിനീത എന്തോ എന്നിൽ നിന്ന് ഒളിക്കുന്നുണ്ട്, എന്നെങ്കിലും ഒരു ദിവസം എൻ്റെ മുന്നിൽ വന്ന് പെടും. പിന്നെ കാണിക്കുന്നത് മഹേന്ദ്ര സാറിൻ്റെ വീട്ടിൽ കോലമിടുന്ന ചന്ദ്രികയാണ്. കോലമിടുമ്പോഴും അവളുടെ മനസ്സിൽ അനു പറഞ്ഞ കാര്യങ്ങളായിരുന്നു. കോൾ വിളിച്ച അനുവും സിദ്ധുവിൻ്റെ ക്യാബിനിൽ പോയപ്പോൾ അവനും രണ്ടുപേരും പറഞ്ഞ കാര്യങ്ങൾ മാറി മാറി ചിന്തിക്കുകയാണ് അവൾ. അവൾക്ക് കോലമിടലിലൊന്നും ശ്രദ്ധിക്കാനേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അകത്ത് നിന്ന് സിദ്ധു വരികയാണ് ഒരു ചായക്കപ്പുമായിട്ട്. അവനും അത് ശ്രദ്ധിക്കുകയാണ്. പെട്ടെന്ന് ചന്ദ്രികെ, അവൾ വിളി കേട്ടില്ല. വീണ്ടും ഉറക്കെ വിളിച്ചു, ചന്ദ്രികെ. അപ്പോൾ അവൾ, എന്താ സാർ? ഇതെന്താ ചന്ദ്രിക? അവൻ കോലത്തിലേക്ക് നോക്കി പറഞ്ഞു. അപ്പോഴാണ് ചന്ദ്രിക താൻ വരച്ച കോലത്തെപ്പറ്റി ചിന്തിച്ചത്. തെറ്റ് പറ്റിയതറിഞ്ഞ് അവൾ മനസ്സിൽ, അയ്യോ. അപ്പോൾ സിദ്ധു, നീ എപ്പോഴും ഇടുന്ന കോലം വളരെ ഭംഗിയുള്ളതാണ്, ഇന്നെന്താ ഇങ്ങനെ അലങ്കോലമായിരിക്കുന്നത്? അവളൊന്നും മിണ്ടിയില്ല. ഇന്നലെ മുതൽ നീ വല്ലാണ്ട് ഡിസ്റ്റർബ് ആയ പോലെ തോന്നുന്നുണ്ടല്ലോ. അങ്ങനെയൊന്നുമില്ല സാർ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ സിദ്ധു മനസ്സിലോർക്കാണ്, നിന്റെ മനസ്സിന് സമാധാനമില്ല എന്ന് എനിക്കറിയാം. ഞാൻ അനുവിനെ സ്നേഹിക്കും എന്നുള്ള ഭയത്തിലാണ് നീ. നിന്റെ മനസ്സിലുള്ള സ്നേഹം പുറത്തു കൊണ്ടുവരാനാണ് ഞാനും അനുവും ഇങ്ങനൊരു നാടകം കളിക്കുന്നത്. എന്നാലും നിന്റെ വിഷമം കാണുമ്പോൾ എൻ്റെ മനസ്സ് വേദനിക്കുന്നുണ്ട്. എന്നിട്ട് അവൻ ചന്ദ്രികയോട് ചോദിക്കുകയാണ്, ചന്ദ്രിക, നീ എനിക്കൊരു സഹായം ചെയ്യുമോ? പറയൂ സാർ. നമ്മുടെ തോട്ടമില്ലേ, അവിടെ ഒരുപാട് റോസാപ്പൂക്കളുണ്ട്. അതെല്ലാം പറിച്ചു കൊണ്ടുവന്ന് എൻ്റെ റൂമിലൊന്ന് വെക്കാമോ? എന്തിനാ സാർ? അപ്പോൾ അവൻ പറഞ്ഞു, എന്തിനാ ചന്ദ്രിക ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? അനുവിന് റോസാപ്പൂ ഭയങ്കര ഇഷ്ടമാണ്, അവൾക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ ചോദിച്ചത്. അവളുടെ മുഖം ഒന്ന് വീണ്ടും മങ്ങി. അത് കണ്ട് അവൾ കാണാതെ സിദ്ധു മനസ്സിൽ ചിരിക്കുകയാണ്. അപ്പോൾ അവൾ ദേഷ്യത്തോടെ പറയാണ്, അനുവിന് ഇഷ്ടമാണെങ്കിൽ കടയിൽ നിന്ന് വാങ്ങി കൊടുത്താൽ മതി. വീട്ടിൽ ഉണ്ടായ പൂവൊക്കെ പൂജയ്ക്ക് മാത്രമേ എടുക്കൂ, അത് കണ്ടവർക്ക് കൊടുക്കാനൊന്നും പാടില്ല. അത് പറഞ്ഞ് അവൾ കോലം വീണ്ടും ശരിക്ക് വരക്കാൻ നോക്കുമായിരുന്നു. അപ്പോൾ സിദ്ധു മനസ്സിലോർക്കാണ്, നീ എന്താ റോസാപ്പൂവ് പറിച്ചു തരാത്തതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അവന് അവളുടെ കളി കണ്ട് മനസ്സിൽ ചിരിക്കുകയാണ്. എന്നിട്ട് അവൻ ചായക്കപ്പും കൊണ്ട് അകത്തേക്ക് പോവുകയാണ്. എന്നിട്ട് തിരിഞ്ഞു നിന്ന് അവളെ ഒന്ന് നോക്കി തിരിച്ച് അവളും. ഇതുവരെയാണ് ഇന്നത്തെ എപ്പിസോഡ്. ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. നാളത്തേത് കുറച്ച് പറയാം. അനു സിദ്ധുവിനെ കോൾ ചെയ്യുന്നു. എന്നിട്ട് അവൾ പറയാണ്, ധൃതി പിടിക്കല്ലേ സിദ്ധു, അവളുടെ നാവ് കൊണ്ട് സിദ്ധുവിനെ ഇഷ്ടമാണെന്ന് പറയട്ടെ, എന്നാലേ ഇത്ര നാൾ കഷ്ടപ്പെട്ടതിന് ഒരു ഫലം ഉണ്ടാവും. അത് ശരിയാണ് എന്ന് സിദ്ധു ഓർക്കുന്നു. ചന്ദ്രിക ഒരു ഡോർ തുറന്ന് ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കയറുമ്പോൾ അവിടെ കാണുന്ന കാഴ്ച സിദ്ധു ഒരു ബൊക്ക എടുത്ത് അനുവിന് കൊടുക്കുന്നതാണ്. അപ്പം ഇവിടെ അവസാനിക്കുകയാണ്. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നാളെ വീണ്ടും കാണാം.